ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഫ്ലയേഡ് അംബർല ഗൗൺ ആണ്. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. മം ആൻഡ് ബേബി കോംബോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എംബ്രോയ്ഡറി നെറ്റ് ഫാബ്രിക്കാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാലപ്പ് എൻഡ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 ആണ് കേട്ടോ. പെർ മീറ്റർ 500. അപ്പോൾ ഞാൻ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ബുക്കിൽ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ എത്ര മീറ്റർ ഫാബ്രിക്കാണ് ഓരോന്നിനും യൂസ് ആവുന്നത്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് നമ്മൾ എഴുതിക്കണം, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇനി 2.5 മീറ്റർ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സാറ്റിൻ ഫാബ്രിക്കാണ്. 9 മീറ്റർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാം കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ലൈനിങ് ആണ്. സ്കേർട്ടിന് ലൈനിങ് കൊടുക്കണം. അപ്പോൾ ക്രേപ്പിൻ്റെ മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് കറക്റ്റ് ഷെയ്ഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ കളർ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യുന്ന രീതിയും മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്ന രീതിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരു പേപ്പർ ഇതുപോലെ എടുക്കാം. 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഓപ്പൺ വരുന്ന പോർഷൻ ക്ലോസ് ആയ പോർഷനിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ വേസ്റ്റ് പോർഷൻ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെങ്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കൊരു സെമി സർക്കിളാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് സെമി സർക്കിളിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വഴിയെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ബേബിക്കുള്ള ലെങ്ത് ആണ് ഫസ്റ്റ് നോക്കാനുള്ളത്. ലെങ്ത് 24 ഇഞ്ചസ് ആണ് ടോട്ടൽ ലെങ്ത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് നമുക്കൊന്ന് കുറയ്ക്കണം. വേസ്റ്റ് ലെങ്ത് വരുന്നത് 9 ഇഞ്ചസ് ആണ്. അപ്പോൾ ബാക്കി കിട്ടുന്നത് 15 ഇഞ്ചസ് ആണ്. അപ്പോൾ ലെങ്ത് 15 ഇഞ്ചസ് ആണ്. സ്കേർട്ടിൻ്റെ ലെങ്ത് 15 ഇഞ്ചസ്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 6 ഇഞ്ചസ് ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ 4 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 6 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അലവൻസും കൂടി കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതൊരു 3 വയസ്സായ കുഞ്ഞിനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് 15 ഇഞ്ചസ് ഉണ്ടാകുന്നൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പീസ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോയിൻറ്റ് പീസ് നമുക്ക് ചിലപ്പോൾ ലെങ്ത് ഇനി കുറച്ചുകൂടി ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പീസ് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് ലൈനിങ് ആണ് കേട്ടോ. അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തത് സെമി സർക്കിളാണ്. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സർക്കിളിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അതെങ്ങനെയാണ് പേപ്പറിൽ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് 2ആയിട്ട് മടക്കണം. എഗെയിൻ നമുക്കൊന്നും കൂടി ഇതുപോലെ മടക്കണം. ഇപ്പം 4 മടക്കുണ്ട്. ഓക്കെ, കറക്റ്റായിട്ട് ഫോൾഡ് ആക്കണം കേട്ടോ. കയറി ഇറങ്ങി ഒന്നും പോകരുത്. കറക്റ്റായിട്ട് ഫോൾഡാക്കിയതിന് ശേഷം 4ആയിട്ട് ഫോൾഡാക്കിയതിന് ശേഷം ഈ ഓപ്പൺ വരുന്ന പോർഷൻ ക്ലോസ് ആയ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത് എല്ലാം കറക്റ്റ് തന്നെ. ലെങ്ത് നമ്മൾ 15 ഇഞ്ചസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് വേസ്റ്റ് ആണല്ലോ എടുക്കാനുള്ളത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യുന്നത്. നമ്മൾ സർക്കുലർ ആകുമ്പോൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 4 ആണ് ചെയ്യുന്നത്. സെമി സർക്കിളിൽ 4 ആണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ 6 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് 15 ഇഞ്ചസ് ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റിൻ്റെ പോർഷനിൽ 1/2 ഇഞ്ച് അലവൻസ് കൊടുക്കണം. അതുപോലെ ലെങ്ത് നമുക്ക് ഒരു 2 ഇഞ്ചസ് അലവൻസ് കൊടുക്കണം. കാരണം ലൈനിങ്ങിനെക്കാളും കുറച്ചും കൂടി ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് കുറച്ചിട്ട് ലെങ്ത് 15 ഇഞ്ചസ് എടുത്താലും മതി. ഞാനിവിടെ 2 ഇഞ്ചസ് ലെങ്ത് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ 4 പീസ് നമുക്ക് ജോയിൻറ്റ് പീസ് കൊടുക്കാനുണ്ട്. അതും കൂടി നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേപ്പറിൽ നന്നായിട്ട് വെട്ടി പഠിക്കണം. അതിനുശേഷം നമുക്ക് ചെറിയ ഫാബ്രിക്കിലൊക്കെ ഒന്ന് വെട്ടി പഠിച്ചതിന് ശേഷം ബിഗിനേഴ്സ് വെട്ടി പഠിച്ചതിന് ശേഷമാണ് എങ്ങനെ ജോയിൻ ചെയ്താൽ എങ്ങനെ കിട്ടും എന്നൊക്കെ വെട്ടി പഠിച്ചതിന് ശേഷമാണ് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ബേബിയുടെ സ്കേർട്ട് മെയിൻ ഫാബ്രിക്കിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് സർക്കുലറിലാണ് ചെയ്യുന്നത്. 4ആയിട്ട് ഫോൾഡാക്കി ഇടണം. 4ആയിട്ട് ഫോൾഡാക്കിയതിന് ശേഷം ഓപ്പൺ വരുന്ന പോർഷൻ ക്ലോസ് ആയ പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ്. ഓക്കെ, അപ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ 2 ഇഞ്ചസ് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് അലവൻസ് കൂടി കൊടുക്കണം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 16 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. ലൈനിങ്ങിനേക്കാളും 1.5 ഇഞ്ചസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 16 ഇഞ്ചസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി 17 ഇഞ്ചസ് 18 ഇഞ്ചസ് അങ്ങനെ
കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പീസൊക്കെ വെക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേബിയുടെ സ്കർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഡിഫറൻസ്, അതായത് നമ്മൾ ഫുൾ സർക്കിളും ഹാഫ് സർക്കിളും ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് ഇതാണ്. ഇനി നമുക്ക് യോക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിന് സാറ്റിൻ ഫാബ്രിക്കാണ് കൊടുക്കുന്നത്. മെയിൻ ഫാബ്രിക്കായിട്ട് എംബ്രോയിഡറി നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ, നേരത്തെ കാണിച്ച നെറ്റ് ഫാബ്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മെഷർമെൻ്റ് എല്ലാം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഫാബ്രിക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് ഫോൾഡ് ആക്കിയിടാം. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് 9 ഇഞ്ചസ് ആണ് കേട്ടോ, 8 + 1 9 ഇഞ്ചസ് ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ 4.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡറും ആം ഹോളും സെയിം തന്നെയാണ്. അപ്പോൾ ആം ഹോളും നമുക്ക് 4.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 + 1 ആണ് കേട്ടോ, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റും സെയിം തന്നെയാണ്, 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ലൈൻ നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് 3.5 ഇഞ്ചസും ബാക്ക് നെക്ക് 2 ഇഞ്ചസും ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുക്കും. അതിനുശേഷം നെക്ക് വിഡ്ത്തിലേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ലെങ്ത് 4 ഇഞ്ചസ് ഉണ്ടാവും, അതിൻ്റെ ഹാഫ് എടുക്കാം. വീണ്ടും നമുക്ക് അതിൻ്റെ ഹാഫും കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളും ഷോൾഡറും കട്ട് ചെയ്യുമ്പോൾ അലവൻസ് ഇട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഷോൾഡറിലാണെങ്കിലും ആം ഹോളിലാണെങ്കിലും 1/2 ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്കിൽ 1/4 ഇഞ്ച് അലവൻസ് ഇട്ടിട്ട് നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് ഫ്രണ്ട് നെക്കും ആം ഹോളും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചതിന് ശേഷം മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ട് 2 ഇഞ്ചസ് വിഡ്ത്തും 20 ഇഞ്ചസ് ലെങ്ത്തുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഫ്രണ്ടും ബാക്കും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഷോൾഡറൊക്കെ സീംലെസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ബാക്ക് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ചില കുഞ്ഞുങ്ങൾ എന്താണ് ഈ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇങ്ങനെ എന്താണ് കുത്തുന്നു ചൊറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ലൈനിങ്ങും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് നമ്മൾ സെയിം ആയിട്ട് കട്ട് ചെയ്ത് ഇതേ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഷോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ഇതെന്താ വെച്ചാൽ സീംലെസ് ഫ്രോക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇതിൻ്റെ തയ്യത്തുമ്പോൾ ഒന്നും പുറത്ത് കാണില്ല, ആ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലൈനിങ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പോർഷനിൽ ഇതുപോലെ ഓപ്പണിങ് കൊടുക്കണം. ഇനി നമുക്ക് ആം ഹോളും നെക്കും ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയ കട്ടിങ് നോച്ചസ് കൊടുത്തതിന് ശേഷം ആം ഹോളും കൂടി നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നോച്ചസ് കൊടുക്കണം. നെക്കും ആം ഹോളും ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുശേഷം മറിച്ചിടാം. യോക്ക് പാർട്ടിലെ ബോട്ടം പോർഷനിൽ ഇതുപോലെ 1 ഇഞ്ച് നമുക്ക് ഷേപ്പ് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്കർട്ട് തൂങ്ങി നിൽക്കാതെ നിൽക്കത്തുള്ളൂ. ഓക്കെ, ഓക്കെ, ഇപ്പം നമ്മൾ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജസ് എല്ലാം ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഷാർപ്പ് എഡ്ജസ് എല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സീം എല്ലാം ഉള്ളിലായിട്ടുണ്ട് കേട്ടോ. ഒരു തയ്യത്തുമ്പോൾ ഒന്നും പുറത്ത് കാണത്തില്ല. നമ്മുടെ കുഞ്ഞിന് ഇതുപോലെ സൈഡ് ഈ സീക്വൻസ് ഒക്കെ ഉള്ള ഫാബ്രിക് നെറ്റ് ഫാബ്രിക്കൊക്കെ കയറി കുത്തുന്ന ആ ഒരു ഇതും ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. നെക്കിൻ്റെ പോർഷനിലും ആം ഹോളിൻ്റെ പോർഷനിലും നമുക്ക് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എഡ്ജ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്കേർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേബി ഫ്രോക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. മൊമ്മിൻ്റെ ഫ്രോക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ 2 സൈഡിലും വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബോയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കേർട്ടിൻ്റെ എന്താണ് ബോട്ടം പോർഷനൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.